പ്രിയപ്പെട്ടവരെ നമസ്കാരം. +2 തുല്യതയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ്സിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ജനാധിപത്യത്തിൻ്റെ നെടുംതൂണുകൾ ഏതെല്ലാം? പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മാധ്യമങ്ങൾ. പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നാലാമത്തേത് മാധ്യമങ്ങളെന്നോ പത്രങ്ങളെന്ന് പറഞ്ഞാലോ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ ധാർമ്മിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും പത്രമര്യാദകൾ പാലിക്കുകയും ചെയ്യുന്ന പത്രങ്ങളെ രാഷ്ട്രീയ ഭരണക്രമത്തിൽ നിന്ന് വ്യത്യസ്തമായി ധാർമ്മിക ഭരണക്രമമായി വിശേഷിപ്പിക്കാവുന്നതാണ്. പൊൻകുന്നം വർക്കിയുടെ ഏത് കഥാപാത്രത്തെയാണ് ഗൗളിജന്മം എന്ന കഥയിൽ പരാമർശിക്കുന്നത്? കിശോരലാൽ എന്ന കഥാപാത്രത്തെയാണ്. പൊൻകുന്നം വർക്കിയുടെ കിശോരലാൽ എന്ന കഥാപാത്രം. ഗൗളിജന്മം എന്ന ചെറുകഥ എഴുതിയത് ഗ്രേസിയാണ്. 55-ന് ഖാദർ സാഹിബിൻ്റെ ജീവിതത്തിലുള്ള പ്രാധാന്യം എന്താണ്? ഖാദർ സാഹിബും ആമിനുമ്മയും ദാമ്പത്യം തുടങ്ങിയിട്ട് 55 വർഷങ്ങൾ തികഞ്ഞിരിക്കുന്നു. മുറിപ്പാടിൽ നീരൊലിച്ച് നിന്നത് ആരാണ്? മുരിങ്ങാമരമാണ് മുറിപ്പാടിൽ നീരൊലിച്ച് നിന്നത്. ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതി എഴുതിയത് ആര്? എസ് ജോസഫിൻ്റെ ഒരു കാവ്യസമാഹാരമാണ് ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്നത്. ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കാവ്യസമാഹാരത്തിലെ ഒരു കവിതയാണ് നാടോടികളും വീട്ടുകാരും. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലയാണ് മാർഗം കളി. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലുള്ള ഒരു നാടൻ കലയാണ് മാർഗം കളി. ONV കുറുപ്പിൻ്റെ പെങ്ങൾ എന്ന കവിതയിലെ കയ്യിൽ കെട്ടിയിരിക്കുന്ന രാഗിയെ കവി എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്? സ്ത്രീയുടെ ചൂഴ്ന്നെടുത്ത ഞരമ്പിനോടാണ് കവി സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. സ്ത്രീയുടെ ചൂഴ്ന്നെടുത്ത ഞരമ്പിനോട്. വ്യവസ്ഥിതിയെ മാറ്റിത്തീർക്കാൻ നിങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത്തരം പ്രശ്നങ്ങളെ നേരിടേണ്ടി വരും. ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗത്തെ ഈ വാക്കുകൾ ആരുടേതാണ്? ശിവസുബ്രഹ്മണ്യ അയ്യരുടേതാണ് ഈ വാക്കുകൾ. മുരിങ്ങാമരം വീടിനോട് ചേർന്ന് നടാനുള്ള കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? ആ പാറപ്പുറത്തുള്ള വീട്ടിൽ മുരിങ്ങ നടാൻ പാകത്തിൽ മണ്ണ് ഉണ്ടായിരുന്നില്ല. ആകെ മണ്ണുള്ള സ്ഥലം വീടിനോട് അടുത്തായിരുന്നു. വേറെ സ്ഥലമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീടിനോട് ചേർന്ന് ആ മുരിങ്ങ നടുന്നത്. മറ്റൊരു കാര്യം, തൻ്റെ മുരിങ്ങ ഒരിക്കലും പൊട്ടില്ല എന്ന് കഥാകൃത്ത് വിശ്വസിച്ചിരുന്നു. തൻ്റെ മുരിങ്ങ ഒരിക്കലും പൊട്ടിപ്പോകുകയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. നാടോടികൾ ഉറങ്ങുന്നത് എവിടെയാണ്? നാടോടികൾക്ക് സ്വന്തമായി വീടില്ല. അവർ പ്രകൃതിയിലാണ് ഉറങ്ങുന്നത്. നാടോടികൾ ഉറങ്ങുന്നത് പ്രകൃതിയിലാണ്. ഗൗളി ജന്മത്തിലെ സന്ദർശകയെക്കുറിച്ചുള്ള നിങ്ങളുടെ നിരീക്ഷണങ്ങൾ എന്തെല്ലാം? അന്യരുടെ സ്വകാര്യതയിൽ കടന്നു കയറുന്നവളാണ്. അന്യരുടെ സ്വകാര്യതയിൽ കടന്നു കയറുന്നവൾ. നൈതികതയ്ക്ക് വിരുദ്ധമായ അഭിപ്രായം പറയുന്നവരാണ്. നൈതികതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള അഭിപ്രായമാണ് അവർ പറയുന്നത്. മറ്റുള്ളവരുടെ വീഴ്ചയിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവളാണ്. മറ്റുള്ളവരുടെ വീഴ്ചയിൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്നവർ. സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ അറിയാത്തവളാണ്. സാഹചര്യത്തിനനുസരിച്ച് സംസാരിക്കാൻ അറിയില്ല. തൻ്റെ വഴികളാണ് ശരിയെന്ന് പറഞ്ഞ് ആ വഴികളിലൂടെ സഞ്ചരിക്കാൻ മറ്റുള്ളവരെ നിർബന്ധിക്കുന്നവളാണ്. തൻ്റെ വഴികളാണ് ശരിയെന്ന് പറഞ്ഞ് ആ വഴികളിലൂടെ മറ്റുള്ളവരെ സഞ്ചരിക്കാൻ നിർബന്ധിക്കുന്നവൾ. ഭീതി ഉളവാക്കുന്ന ഉദാഹരണങ്ങൾ നിരത്തി രോഗിയെ പരിഭ്രമിപ്പിക്കുന്നവളാണ്, അല്ലെങ്കിൽ പേടിപ്പിക്കുന്നവളാണ് എന്ന് പറയാം. കടവനിട്ടയുടെ കോഴി എന്ന കവിതയിൽ കാടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്നത് ആരാണ്? കാടനാണ് കാടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്നത്. കോഴികളുടെ ചിറകിൻ്റെ പ്രത്യേകത എന്താണ്? നീളം കുറഞ്ഞ ചിറകുകളാണ് കോഴിക്കുള്ളത്. നീളം കുറഞ്ഞ ചിറകുകളാണ് കോഴിക്കുള്ളത്. മുകളിലും താഴെയും ഇരുപുറവും കണ്ണു വേണമെന്ന് തള്ളക്കോഴി കുഞ്ഞിനോട് പറയാനുള്ള കാരണം എന്താണ്? നിന്റെ തലയുടെ മുകളിലുള്ള നിഴലുകൾ കൂർത്ത നഖങ്ങളുമായി പലരുടെയും ജീവനെടുത്തവരാണ്. നിന്റെ തലയുടെ മുകളിലുള്ള നിഴലുകൾ കൂർത്ത നഖങ്ങളുമായി പലരുടെയും ജീവനെടുത്തവരാണ്. മാനത്തെ മേടയിലാണ് അവർ താമസിക്കുന്നത്. മാനത്തെ മേടയിലാണ് താമസിക്കുന്നത്.
അവരെ നേരിടാൻ നമുക്കാവില്ല. കാവിലെ കിളിപ്പാട്ട് കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലരുത്. കാവിലെ കിളിപ്പാട്ട് കേട്ടും പൂവ് കണ്ടും പറന്നു ചെല്ലരുത്. കാടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന കാടൻ കടിച്ചു പറിക്കും. തോട്ടുവക്കിലെ കൈതക്കകത്തും തെറ്റിപ്പൂത്ത പടർപ്പിനകത്തും കാറ്റു തിന്ന് കഴിയുന്ന പാമ്പ് വർഗം കാത്തിരിക്കുകയാണ്. കാടിനുള്ളിൽ പതുങ്ങിയിരിക്കുന്ന കാടനുണ്ട്, അത് നമ്മളെ കടച്ചു പറിക്കും. അതുപോലെ തോട്ടുവക്കിലെ കൈതക്കകത്തും തെറ്റിപ്പൂത്ത പടർപ്പിനകത്തും കാറ്റ് തിന്ന് കഴിയുന്ന വർഗം പാമ്പുകൾ കാത്തിരിപ്പുണ്ട്. അതിനാൽ കരുതി മാത്രമേ നടക്കാവൂ. മുകളിലും താഴെയും ഇരുപുറവും കണ്ണുകൾ അത്യാവശ്യമാണ്. മുകളിലും താഴെയും ഇരുപുറത്തും കണ്ണുകൾ അത്യാവശ്യമാണ്. വരാൻ പോകുന്ന അപകടത്തെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് തള്ളക്കോഴി ഇവിടെ നൽകുന്നത്. കണ്ണും ഉൾക്കണ്ണും ജ്വലിക്കുന്ന മക്കൾ ഒരിക്കലും ആപത്തിൽ ചെന്ന് ചാടില്ല എന്ന് ഈ അമ്മ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. കണ്ണും ഉൾക്കണ്ണും ജ്വലിക്കുന്ന മക്കൾ ഒരിക്കലും ആപത്തിൽ ചെന്ന് ചാടില്ല. നാളെ മക്കളെ കൊത്തിമാറ്റുമ്പോൾ നാളകൾ അവരെ മാടി വിളിക്കുന്നതാണ്. അപ്പോൾ മക്കളുടെ ജീവിതം അവരുടേത് മാത്രമാകും. അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്താനുള്ള നിർദ്ദേശങ്ങളാണ് കോഴിയമ്മ നൽകുന്നത്. തള്ളക്കോഴിയിലൂടെ കവി നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു വീഴുന്ന ഏത് കുഞ്ഞിനും അമ്മമാർ നൽകുന്ന ഒന്ന് തന്നെയാണ്. ഉത്തമമായ ഒരു ജീവിതം നയിക്കാനുള്ള നിർദ്ദേശങ്ങളായി അത് മാറുന്നു. അറിവിൻ്റെ, സ്നേഹത്തിൻ്റെ, ജാഗ്രതയുടെ, കരുതലിൻ്റെ, അധ്വാനത്തിൻ്റെ മൂല്യമാണ് കവി ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. ഒരു ജീവിതം നയിക്കാനുള്ള നിർദ്ദേശങ്ങളാണ് ഇതെല്ലാം തന്നെ. അറിവിൻ്റെ, സ്നേഹത്തിൻ്റെ, ജാഗ്രതയുടെ, കരുതലിൻ്റെ, അധ്വാനത്തിൻ്റെ മൂല്യമാണ് കവി ഉയർത്തിക്കാട്ടുന്നത്. അടുത്ത ചോദ്യം, നീലമല പോലെ കർണൻ പ്രയോഗിച്ച വേലും തറച്ചവൻ കാലപുരി പുക്കാൻ. ഈ വരികളിലെ പ്രയോഗ ഭംഗി കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. എഴുത്തച്ഛൻ്റെ ഗാന്ധാരി വിലാപം എന്ന പാഠഭാഗത്തിലെ ചോദ്യമാണ് ഇത്. ഘടോത്കചനെ നീലമലയോടാണ് കവി സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നത്. ഘടോത്കചനെ നീലമലയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു. ലളിത പദപ്രയോഗത്തിലുള്ള അലങ്കാര കൽപ്പന സൃഷ്ടിക്കുന്ന ഭംഗി എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഇവിടെ ഘടോത്കചൻ്റെ രൂപം, നിറം, പ്രാധാന്യം എന്നിവ ഈ വരികളിലൂടെ പ്രകാശിപ്പിക്കുന്നുണ്ട്. കർണൻ പ്രയോഗിച്ച അസ്ത്രമേറ്റ് നീലമല പോലെ കിടക്കുകയാണ് രാക്ഷസീപുത്രനായിട്ടുള്ള ഘടോത്കചൻ. ഘടോത്കചൻ്റെ വീഴ്ചയെ ഗുരുകുലത്തിൻ്റെ മൊത്തം വീഴ്ചയായി കാണുകയാണ് ഗാന്ധാരി. എല്ലാ യുദ്ധവും ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിക്കുന്നത്. ഗാന്ധാരി വിലാപത്തെ അടിസ്ഥാനമാക്കി വിലയിരുത്തൽ കുറിപ്പ് തയ്യാറാക്കുക. യുദ്ധം എല്ലാത്തിനെയും നശിപ്പിക്കുന്നു. യുദ്ധം കൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ലഭിക്കുന്നില്ല. യുദ്ധം എല്ലാത്തിനെയും നശിപ്പിക്കുന്ന ഒന്നാണ്. ആർത്തിയും അസഹിഷ്ണുതയുമാണ് ആക്രമണങ്ങൾക്ക് പിന്നിലുള്ളത്. യുദ്ധം അനാഥത്വവും അനിശ്ചിതത്വവും സൃഷ്ടിക്കുന്നു. യുദ്ധം അനാഥത്വവും അനിശ്ചിതത്വവുമാണ് സൃഷ്ടിക്കുന്നത്. യുദ്ധത്തിൻ്റെ ആത്യന്തിക ജയം, യുദ്ധത്തിൽ ആർക്കും തന്നെ ആത്യന്തികമായ ജയമുണ്ടാകുന്നില്ല. യുദ്ധത്തിൽ ആർക്കും തന്നെ ആത്യന്തികമായിട്ടുള്ള ജയം ലഭിക്കുന്നില്ല. പാണ്ഡവരുടെയും കൗരവരുടെയും പതനം തന്നെയായിരുന്നു മഹാഭാരത യുദ്ധം എന്ന് പറയാം. പാണ്ഡവരുടെയും കൗരവരുടെയും പതനമായിരുന്നു മഹാഭാരത യുദ്ധം. യുദ്ധത്തിൽ പൊരുതി മരിച്ച രാജാക്കന്മാരുടെയും കിരീടങ്ങളും ആടയാഭരണങ്ങളും മറ്റും ചിതറിക്കിടക്കുന്ന ഒരു കാഴ്ച. ചോരയിൽ കുതിർന്ന കൊടിക്കൂറകൾക്കും വെൺചാമരങ്ങൾക്കും ആലവട്ടങ്ങൾക്കും ആയുധങ്ങൾക്കും ഇടയിലായി മുറിവേറ്റ മനുഷ്യ ശരീരങ്ങളും ചത്തുമലച്ച ആനകളും കുതിരകളും. അവക്കിടയിലൂടെ നരിയും നായും ശരീരങ്ങൾ കുത്തിവലിക്കുന്ന ഭീകരമായ കാഴ്ച. എല്ലാം കൂടി കണ്ട് തളർന്നുപോയ ഗാന്ധാരി ഇതിനെല്ലാം കാരണക്കാരനായ കൃഷ്ണൻ്റെ നേർക്ക് തിരിയുന്നുണ്ട്. ഇത്തരത്തിലൊരു ദുരന്തം ശ്രീകൃഷ്ണന് വേണമെങ്കിൽ തടയാമായിരുന്നുവെന്ന് അവർ കൃഷ്ണനോട് വിലപിക്കുകയാണ്. യുദ്ധഭൂമിയിലെ കാഴ്ചകൾ കണ്ട ഗാന്ധാരി എല്ലാത്തിനും കാരണക്കാരനായ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, ഈ വിപത്ത് ഒഴിവാക്കാമായിരുന്നില്ലേ? സർവനാശം തടയാമായിരുന്നില്ലേ? എന്തുകൊണ്ട് അങ്ങത് ചെയ്തില്ല? യുദ്ധം ഒരിക്കലും നന്മ തിന്മകളെ വേർതിരിക്കുന്നില്ല. യുദ്ധം സർവനാശകമാണ്.
അത് മാനവികതയ്ക്ക് എതിരാണ്. യുദ്ധം സർവനാശകമാണ്, അത് മാനവികതയ്ക്ക് എതിരാണ്. നന്മതിന്മകളെ വേർതിരിക്കുന്ന ഒന്നല്ല യുദ്ധം. വെള്ളപ്പൊക്കത്തിൽ എന്ന ചെറുകഥയിൽ തകഴി നായയുടെ ദയനീയാന്ത്യം എങ്ങനെയാണ് ചിത്രീകരിക്കുന്നത്? ദിവസങ്ങളായി പ്രതിരോധവും പ്രതിഷേധവുമായി പുരപ്പുറത്ത് കഴിയുന്ന നായ വിശപ്പുകൊണ്ട് വശം കെട്ടുപോകുന്നു. ചുറ്റും സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള വകയുണ്ട്. ചത്ത ജന്തുക്കൾ പുരക്കു ചുറ്റും ഒഴുകി നടക്കുന്നുണ്ട്. പക്ഷേ അവന് കിട്ടുന്നില്ല. ദീർഘമായ കാത്തിരിപ്പിന് ശേഷം ഒത്തുകിട്ടിയ ആഹാരത്തെ നായ സമീപിക്കുന്നത് തകഴി ചിത്രീകരിക്കുന്നുണ്ട്. ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന് പുരയിൽ അടിഞ്ഞു. പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ്. താഴേക്കിറങ്ങിയില്ല. ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു. പട്ടി മുറുമുറുത്തു. പിൻകാലുകളിൽ ഓല മാന്തിക്കീറി വാലാട്ടി. പിടികിട്ടാത്ത മട്ടിൽ ആ ശവം അകലാൻ തുടങ്ങവേ പതുക്കെ പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടിപ്പിച്ചു. തൃപ്തിയോടെ തിന്നു തുടങ്ങി. കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം. വിശന്നു വലഞ്ഞ കാത്തിരിപ്പിനൊടുവിൽ ആഹാരം കിട്ടിയതിലുള്ള ആ ജന്തുവിൻ്റെ സന്തോഷവും സംതൃപ്തിയുമെല്ലാം ഈ വാഗ്മയ ചിത്രത്തിൽ തെളിയുന്നുണ്ട്. പക്ഷേ അതവന് ആസ്വദിച്ച് കഴിച്ചു തീർക്കുവാൻ കഴിഞ്ഞില്ല. 2 ദിവസമായി ഒളിഞ്ഞും തെളിഞ്ഞും പുരയുടെ അരികത്തുണ്ടായിരുന്ന മുതലയുടെ അടിയേറ്റ് നായ വെള്ളത്തിലെവിടെയോ മറഞ്ഞു. ചന്ദനം പോലെ അരഞ്ഞകിൽ പോൽ പുകഞ്ഞെന്നു മഞ്ഞർക്കായി സുഗന്ധമാകുമ്പോൾ. സ്ത്രീയുടെ ത്യാഗവും സഹനവും തെളിയിക്കുന്നവയാണ് ഈ വരികൾ. നിങ്ങളുടെ അഭിപ്രായം നിരൂപണക്കുറിപ്പായി രേഖപ്പെടുത്തുക. ചന്ദനവും അകിലും അരഞ്ഞും പുകഞ്ഞുമാണ് സുഗന്ധമുണ്ടാക്കുന്നത്. ചന്ദനവും അകിലും അരഞ്ഞും പുകഞ്ഞുമാണ് സുഗന്ധമുണ്ടാക്കുന്നത്. ഈ പ്രക്രിയയിൽ അവ മറ്റുള്ളവർക്ക് സുഗന്ധം നൽകി ഇല്ലാതെയാവുകയാണ്. ഈ പ്രക്രിയയിൽ അവ മറ്റുള്ളവർക്ക് സുഗന്ധം നൽകി അവർ സ്വയം ഇല്ലാതെയാവുകയാണ്. സ്ത്രീകൾ കുടുംബത്തിലെ അംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുന്നവരാണ്. സ്ത്രീകളാകട്ടെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി തങ്ങളുടെ ജീവിതം മുഴുവനായി മാറ്റിവെക്കുന്നവരാണ്. അവർ സ്വയം നേട്ടമുണ്ടാക്കാതെ ഒരുകിത്തീരുന്നവരാണ്. ബാല്യകാലത്ത് കുടുംബത്തിൽ നിന്ന് APJ അബ്ദുൽ കലാമിന് ലഭിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? അമ്മയിൽ നിന്നും നന്മയിലേക്കുള്ള വിശ്വാസവും ആഴമേറിയ ദയയും ലഭിച്ചു. അമ്മയിൽ നിന്ന് നന്മയിലേക്കുള്ള വിശ്വാസവും ആഴമേറിയ ദയയും. പിതാവിൽ നിന്ന് സത്യസന്ധതയും അച്ചടക്ക ബോധവുമാണ് കിട്ടിയത്. പിതാവിൽ നിന്ന് സത്യസന്ധതയും അച്ചടക്ക ബോധവും. സഹോദരങ്ങളായ ജലാലുദ്ദീനും സംസുദ്ദീനുമൊത്തും ചെലവഴിച്ച ആ കാലഘട്ടം ബാല്യകാലത്തെ ഏറ്റവും നല്ല അനുഭവങ്ങളായിരുന്നു. ഏതെല്ലാം സന്ദർഭങ്ങളിലാണ് ഒപ്പന നടത്താറുള്ളത്? വിവാഹത്തിൻ്റെ തലേനാൾ വധുവിനെ മൈലാഞ്ചി അണിയിക്കുന്ന വേളയിൽ, മുഖം വിളക്കൽ ചടങ്ങിന്, കാതുകുത്ത് കല്യാണത്തിന്, സുന്നത്ത് മുതലായ സന്ദർഭങ്ങളിലാണ് ഒപ്പന അവതരിപ്പിക്കാറുള്ളത്. മുസ്ലിങ്ങളുടെ വിവാഹ ചടങ്ങുകളോടനുബന്ധിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കലാരൂപങ്ങളിലൊന്നാണ് ഒപ്പന. വധുവിനെ മധ്യത്തിലിരുത്തി കൂട്ടുകാരികൾ വട്ടത്തിൽ നിരന്ന് കൈകൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു കലാരൂപമാണിത്. സൂക്കേട് വന്നതുകൊണ്ട് അമിനുമ്മക്കുണ്ടായ ഗുണമെന്തായിരുന്നു? അമിനുമ്മ ഒരു മലമൂട്ടിലാണ് താമസിച്ചിരുന്നത്. പുറംലോകം കണ്ടിട്ടില്ലാത്ത ഒരു സ്ത്രീയായിരുന്നു അവർ. പുറംലോകം കാണാനും നിരവധി പേരെ പരിചയപ്പെടാനും സാധിച്ചത് ഈ ക്യാൻസർ രോഗം വന്നതിനാലാണ്. പുറംലോകം കാണാനും നിരവധി പേരെ പരിചയപ്പെടാനും സാധിച്ചത് രോഗം വന്നതുകൊണ്ടാണ്. ഖാദർ സാഹിബ് കേൾക്കാൻ ആഗ്രഹിച്ച മറുപടി എന്തായിരുന്നു? ആമിനുമ്മക്ക് കുഴപ്പമൊന്നുമില്ല എന്ന മറുപടി കേൾക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ആമിനുമ്മക്ക് കുഴപ്പമൊന്നുമില്ല എന്ന മറുപടി കേൾക്കാനായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. ഇതോടെ നമുക്ക് മലയാളത്തിൻ്റെ ക്ലാസ്സുകൾ അവസാനിപ്പിക്കാം. നാളെ പരീക്ഷയാണല്ലോ. എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുകയാണ്. നമ്മൾ കുറച്ചധികം വീഡിയോ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണുമല്ലോ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും
ലൈക്കും ഷെയറും എല്ലാം ചെയ്ത് സഹായിക്കുമല്ലോ. വീണ്ടും ഒരിക്കൽ കൂടി കാണും വരെ നന്ദി, നമസ്കാരം.